ബിഗിനേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു അടിപൊളി സ്റ്റേഷനറി ഹോൾ ആട്ടോ നമ്മൾ ചെയ്യുന്നത്. ഒരു കംപ്ലീറ്റ് കുറോമി തീംഡ് സ്റ്റേഷനറി ഹോൾ ആട്ടോ. അത് കുറേ കാലമായിട്ട് ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് വെച്ചിട്ട് കുറേ കാലം കൊണ്ട് ഞാൻ വാങ്ങിച്ച് കൂട്ടിയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ മുമ്പ് വാങ്ങിച്ചിട്ടുള്ളത് എൻ്റെ കയ്യിൽ വേറെ ഉണ്ട്. അതൊക്കെ നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന കുഞ്ഞി ക്യൂട്ടായിട്ടുള്ള മിനിയേച്ചർ ഡോളാണ് കുറോമി തീമിൽ വരുന്നത്. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ക്ലേൻ്റെ ഡോളാണ് കേട്ടോ. അപ്പോൾ അത് ആനയും അണ്ണാങ്കോട്ടനും പോലെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മൈൻഡ് ആക്കേണ്ട സാധനം, കാരണം ക്ലേ വെച്ചിട്ടൊന്നും ഉണ്ടാക്കാൻ അറിയാത്ത ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പം ഓക്കെ, സ്വാഭാവികം, അതങ്ങനെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു മിനിയേച്ചർ ഡോളിൻ്റെ റേറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? 269 റുപ്പീസാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സാൻഡ്രിയോൻ്റെ ഒഫീഷ്യൽ ഇതുപോലത്തെ ഡോൾസൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രൈസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 269 റുപ്പീസിന് ഇതുപോലത്തെ ഒരു മിനിയേച്ചർ ഡോൾ എന്ന് പറയുന്നത് നല്ല അഫോർഡബിൾ ആണെന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് എന്ന് പറയുന്നത് ഈ കുറോമി തീമിലുള്ള മെക്കാനിക് പെൻസിൽസ് ആണ് കേട്ടോ. 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മാജിക് ട്രങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഓരോ തീംഡ് ആയിട്ടുള്ളത്, ഇപ്പോൾ നിങ്ങൾക്ക് കുറോമി ആവട്ടെ, മൈമെലഡി ആവട്ടെ, സിനമറോൾ ആവട്ടെ, ഇനി ഇപ്പോൾ പാണ്ട തീമിൽ വേണോ അല്ലെങ്കിൽ കാപ്പിബാറ തീമിൽ വേണോ, എന്തിലും നിങ്ങൾക്ക് അതിലൊരുപാട് സാധനങ്ങളൊക്കെ കിട്ടും. നല്ലൊരു സൈറ്റാട്ടോ, നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് വീണ്ടും ഒരു പെന്നാണ്. ഒരു കുറോമി തീമിൽ വരുന്ന ഒരു ജെൽ പെന്നാണ്. ഇത് ഓൾറെഡി ഞാൻ നമ്മുടെ വേറൊരു വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ക്രേസിലി കവായി എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം വാങ്ങിച്ചിട്ടത് പല സൈറ്റിൽ നിന്ന്. അതിനെക്കൊണ്ട് ഓരോ സൈറ്റിൻ്റെയും പേര് ഞാൻ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ കൂടെ തന്നെ പറയും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ ഈ വരുന്ന ഈ 3 പെന്നും ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മാജിക് ട്രങ്ക് തന്നെയാണ്. പിന്നെ ഈ ഒരു മിറർ കേട്ടോ, ഇതൊരു പോക്കറ്റ് മിററാണ് കേട്ടോ. അതായത് കുറോമി തീമിൽ വരുന്ന ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പോക്കറ്റ് മിറർ, നമുക്ക് ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുകൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ 79 അങ്ങനത്തെ എന്തോ റേറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. കുഞ്ഞൊരു പോക്കറ്റ് മിററാണ്. നല്ല വെയിറ്റ്ലെസ് ആയിട്ടുള്ള നല്ലൊരു മിററാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഈ കുറോമി തീമിലേക്കുള്ളതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നു മൈമെലഡി, സിനമറോളിലൊക്കെ അവൈലബിൾ ആണ്. മാജിക് ട്രങ്ക് എന്നാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പോയിട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് വീണ്ടും കുറോമി തീമിലുള്ള ഒരു സിസേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി എൻ്റെ കയ്യിൽ കുറച്ച് കാലമായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയട്ടത്, ഇതിലുള്ള ഓരോരോ പ്രോഡക്ട്സും ഞാൻ വളരെ കാലം കൊണ്ട് മെല്ലെ ഓരോന്നോരോന്നായിട്ട് വാങ്ങിച്ചിട്ട് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഒരു ഡോണറ്റ് ഷേപ്പിലുള്ള കുറോമി ഇറൈസറാണ്. 15 രൂപ കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചുള്ളത് മാജിക് ട്രങ്ക് ഇതാണ്. ഇത് ഓൾസോ അവൈലബിൾ ഇൻകാർട്ടോയിൽ അവൈലബിൾ ഉണ്ട്. അതേപോലെ എനിക്ക് തോന്നുന്നു ഇൻകാർട്ടോയിലും മാജിക് ട്രങ്കിലും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ എൻ്റെ നെഗ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലല്ലോ, ഞാനൊരു പർപ്പിൾ കളറിലൊക്കെയാണ് ഇട്ടത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ നെഗത്തിൻ്റെ മുകളിൽ പെയിൻ്റൊക്കെ ഇളകി പോയിട്ടുണ്ട്. ആൻഡ് ഇത് ഞാൻ വാങ്ങിച്ചുള്ളത് മിനിസോളിനാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഹോൾ വീഡിയോ ചെയ്യുമ്പോൾ പർപ്പിൾ കളർ നെയിലൊക്കെ ഉണ്ടാവട്ടെ എന്ന് എൻ്റെ നെയിലൊക്കെ കട്ട് ചെയ്തതാണ് കേട്ടോ ഞാനിപ്പോൾ. അതുകൊണ്ട് നെയിൽ അത്ര നീളമൊന്നുമില്ല. ഓക്കെ, മിനിസോളിന് വാങ്ങിച്ചിട്ടുള്ളത് 79 റുപ്പീസ് ആയിരുന്നു കേട്ടോ ആ നെയിൽ പോളിഷിന്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റിക്കി നോട്ട് പ്ലസ് ക്ലിപ്പ് ബോർഡ് ആയിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ. ഇത് ഓൾറെഡി ഒരെണ്ണം എൻ്റെ കയ്യിൽ വേറൊരു കളറിലുണ്ട്, അതായത് ഒരു സ്കൈ ബ്ലൂ കളറിലുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം തൊട്ടേ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് 129 അങ്ങനെ എന്തോ പ്രൈസ് ആയിട്ടുള്ളൂ. മാജിക് ട്രങ്ക് തന്നെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മാജിക് ട്രങ്ക്, അതേപോലെ ക്രേസിലി കവായി, അതേപോലെ ഇൻകാർട്ടോ, അങ്ങനത്തെ കുറച്ച് സൈറ്റ്, അതായത് ബൺബ്ലിങ് ബ്ലിസ്, ആ സൈറ്റിൻ്റെ പേര് പറയാൻ കഷ്ടപ്പെടാണ് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇതുപോലത്തെ സാൻഡ്രിയോ തീംഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ കിട്ടും. ഇത് ഒട്ടും പ്രൊമോഷൻ വീഡിയോ അല്ല, ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നോട്ട് പാഡ് നല്ല യൂസ്ഫുൾ ആണ്. ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഇപ്പോഴും ഇതിങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് ആക്ച്വലി ഈ ഒരു വീഡിയോ എടുത്തിട്ട് കുറച്ചായി, ഒരു 1 മന്തോളായി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഐറ്റം ഇൻ ദിസ് സ്റ്റേഷനറി ഹോൾ കേട്ടോ. ഇതെന്ന് പറയുന്നത് ഒരു മിററാണ്. നമുക്ക് ചെറുതിലേ ഉണ്ടാവും, നമ്മളെല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാവും ഒരു മിറർ. നമുക്ക് കയ്യിലിങ്ങനെ പിടിച്ചിങ്ങനെ നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു മിററിനോടൊരു ഇഷ്ടം ഉണ്ടാവും. അതായത് എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാവും കേട്ടോ. എനിക്കതുപോലെ ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ കുറേ മിറേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് മിറേഴ്സിനോട് എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണ്. എൻ്റെ കയ്യിൽ കുറേ മിറേഴ്സ്, പല ടൈപ്പിലുള്ള മിറേഴ്സിൻ്റെ കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുപോലെയുള്ളൊരു മിററാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹാൻഡിൽ ഒരു കോംബാണ്. അപ്പോൾ മിറർ പ്ലസ് കോംബ് ഒരു കോംബോയാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആണെന്ന് ഞാൻ പറയില്ല, പക്ഷേ എന്നാലും കാണാൻ എന്തോ ഒരു ഭംഗി ഉണ്ടായിരുന്നു, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇതും ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ബൺബ്ലിങ് ബ്ലിസ്, അതന്നെ BBB എന്ന് പറയും തൽക്കാലം നമുക്കത് കേട്ടോ. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 369 റുപ്പീസാണ് കേട്ടോ. ഇത് വേറെയും ഏതോ ഒരു സൈറ്റിൽ ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള ആ സൈറ്റ് ഉണ്ടല്ലോ, ബൺബ്ലിങ് ബ്ലിസ് പണ്ട് അതെനിക്ക് പറയാൻ കിട്ടുന്നില്ല. ഓക്കെ, ആ സൈറ്റിൽ കിട്ടും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുറോമി തീംഡ് ആയിട്ടുള്ള ഒരു ലാമ്പാണ് കേട്ടോ.
ആൻഡ് ഞാനിത് വാങ്ങിച്ചുള്ളത് ആമസോണിനാണ്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് ഔട്ട് ഓഫ് സ്റ്റോക്ക് നൗ. ഞാനിത് വാങ്ങിച്ച പ്രൈസ് എന്ന് പറയുന്നത് ₹475 ഇതിന് മുമ്പ് നമ്മളൊരു കുറോമി ലാമ്പ് വാങ്ങിച്ചിട്ട് പണി കിട്ടിയത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ നമ്മുടെ ചാനൽ ഷോർട്സിൽ അടിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഒരു കുറോമീൻ്റെ ലാമ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, 500 രൂപയ്ക്ക് കുഞ്ഞി സാധനം. അപ്പോൾ അത് റിട്ടേൺ ചെയ്തിട്ട് പിന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ കാണുന്ന ഒരു ലാമ്പ് കേട്ടോ. ആൻഡ് ഇതിന് ഡെലിവറി ചാർജസ് ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും അതിനേക്കാളും വലുതുമാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല അടിപൊളി സാധനം. പക്ഷേ ഇത് സ്റ്റോക്ക് ഔട്ടാണ്. ആൻഡ് ഞാൻ അതിൻ്റെ ലിങ്ക് ഏതായാലും കൊടുക്കാം, എപ്പോഴെങ്കിലും സ്റ്റോക്ക് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു എന്താ പറയുക, എനിക്ക് തോന്നുന്നു നമ്മുടെ സിലിക്കൺ പോലത്തെ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയെന്ന് തോന്നുന്നത്. ഭയങ്കര ഇങ്ങനെ സ്ക്വിഷി ആയിട്ട് ഇങ്ങനെ നെങ്ങി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നല്ല അടിപൊളി ലാമ്പ്. ഇത് രാത്രി നൈറ്റിൽ കത്തിച്ച് വെക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് റൂം കംപ്ലീറ്റ് ഒരു നല്ല രസമുള്ളൊരു ഡിസൈൻ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുറോമി ടീമിലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സാണ്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കുറോമി ടീമിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ കൊട്ടിച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് പെറ്റ് സ്റ്റിക്കേഴ്സാണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഷീറ്റിന് 30 രൂപയാണ് കേട്ടോ. ഇതും ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ പറയുന്ന BBB ഉണ്ടല്ലോ, ബൺ ബ്ലിങ് ബ്ലിസ്, അതിൽ നിന്നാണ്. ആൻഡ് ഇത് എനിക്ക് തോന്നുന്നു മാജിക് ട്രങ്കിലും ഈ ഒരു സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. ഓൾസോ ക്രേസിലി കവായി എന്ന് പറയുന്ന സൈറ്റിലും ഈ ഒരു സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിലും നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിക്കേഴ്സാണ്. പിന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അതേപോലെ മീഷോയിലും ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. ആൻഡ് പ്രൈസിൽ വേരിയേഷൻ ഉണ്ട്, അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കും. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും, ഇത് ഒരു ബ്ലൈൻഡ് ബാഗാണ്. അതായത് ബ്ലൈൻഡ് ബാഗ് ഓഫ് സാൻഡ്രിയോ ഇറേസേഴ്സ്. ഇപ്പം ഇറേസറാണ് കേട്ടോ ഇതിനകത്തുണ്ടാവുക, പക്ഷേ ഏതെങ്കിലും ഒരു സാൻഡ്രിയോ തീമിലുള്ള ഒരു ക്യാരക്ടറിൻ്റെ മോഡലുള്ള ഒരു ഇറേസറായിരിക്കും. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് എവിടെയാണെന്ന് പറയാം. അതിന് മുമ്പായിട്ട് ഇതുപോലത്തെ ബ്ലൈൻഡ് ബാഗ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒഫീഷ്യൽ പ്രോഡക്റ്റ്സ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ചെക്ക് ക്രേസിലി കവായി എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് നിങ്ങൾ എന്തായാലും പോയി ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ആ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് ഒരുപാട് ഒഫീഷ്യൽ പ്രോഡക്റ്റ്സ്, ഡയറക്റ്റ്ലി ഒഫീഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഓരോ സാൻഡ്രിയോനൊക്കെ ഒഫീഷ്യൽ സാധനങ്ങൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അവരുടെ സൈറ്റിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ആൻഡ് അവരുടെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ 100% ഗ്യാരണ്ടി തരാം. കാരണം അത്രയ്ക്കും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ അവരുടെ അടുത്തുള്ളത്. ഞാൻ അവരുടെ അടുത്ത് നിന്ന് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 6 or 7 times ഞാൻ അവരുടെ അടുത്തുനിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു തവണ പോലും എനിക്ക് ഒരു ഡാമേജ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വന്നിട്ടേ ഇല്ല. അത്രയും നല്ല പ്രോഡക്റ്റ്സാണ്, എല്ലാം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു ബ്ലൈൻഡ് ബാഗ് പൊട്ടിച്ചപ്പോൾ ഫസ്റ്റത്തിൽ നിന്ന് കിട്ടിയത് നമ്മുടെ സിനമറോളിനെയാണ്. ആൻഡ് നെക്സ്റ്റിൽ എന്താണെന്നുള്ളത് അറിയുന്നില്ല, അത് ഞാനിത് ഇതുപോലും കട്ട് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ സ്വന്തം മൈ മെലഡീനെയാണ് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഞാൻ കുറോമിനെ കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ കുറോമിനെ കിട്ടിയില്ല. പക്ഷേ ഈ ഒരു ബ്ലൈൻഡ് ബാഗിൻ്റെ റേറ്റ് എത്രയാണ്? 125 അങ്ങനെ എന്തോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബ്ലൈൻഡ് ബാഗിനോട് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓക്കെ ആയിട്ട് തോന്നും. അല്ലാത്തവരാണെന്നുള്ളത് ഇത് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണെന്ന് പറയും കേട്ടോ. പക്ഷേ എനിക്ക് ബ്ലൈൻഡ് ബാഗ്സിനോട് ഇഷ്ടമുള്ളതിനെ കൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. ഇനി പല റേഞ്ചിലുള്ള ബ്ലൈൻഡ് ബാഗ്സും നിങ്ങൾക്ക് ആ ഒരു സൈറ്റിൽ ക്രേസിലി കവായി എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ കിട്ടും കേട്ടോ. നെക്സ്റ്റ് ഐറ്റമാണ് എൻ്റെ രണ്ടാമത്തെ ഫേവറേറ്റ് ഐറ്റം ഓൺ ദിസ് സ്റ്റേഷനറി ഹോൾ വീഡിയോ. അത് ഒരു ഓർഗനൈസർ ബോക്സാണ്. അതായത് വെറും ഓർഗനൈസർ അല്ല, നമ്മുടെ കുറോമി തീംഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസർ ബോക്സ്. ആൻഡ് ദിസ് ഈസ് ഓൾസോ ഐ ബോട്ട് ഫ്രം ക്രേസിലി കവായി എന്നാട്ടോ ഞാൻ ഇതും വാങ്ങിച്ചിട്ടുള്ളത്. അവരുടെ സൈറ്റ് നിങ്ങൾ ആദ്യം ഞാൻ പറയുന്നില്ല, ഞാൻ ഓൾറെഡി എത്രയോ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളത് പോയി ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നല്ല അടിപൊളി പ്രോഡക്റ്റ്സാണ് അതിലുള്ളത് എന്നുള്ളത് കേട്ടോ. നമ്മുടെ പ്ലീറ്റഡ് ലാമ്പൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു സൈറ്റിനാണ്. ഇത് നിങ്ങൾക്കൊരു ജ്വല്ലറി ബോക്സ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കുഞ്ഞു സ്റ്റേഷനറീസൊക്കെ ഇട്ട് വെക്കാൻ യൂസ് ചെയ്യാം, എന്തായിട്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ബോക്സാണ്. ആൻഡ് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 525 rupees-നാണ് കേട്ടോ. ഇത് ഞാനിങ്ങനെ കുറേ കാലമായിട്ട് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഏതായിട്ടും ഈ ഒരു കുറോമി സ്റ്റേഷനറി ഹോൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു മിററും ആൻഡ് ഈ ഒരു ബോക്സ് കേട്ടോ. ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഐറ്റം. അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ള എല്ലാത്തിൻ്റെയും എനിക്ക് ഓർമ്മയുള്ള പ്രൈസുകളൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഒപ്പം ഞാനിത് എവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് സൈറ്റിൻ്റെ നെയിമും കൂടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തത് നമ്മുടെ ഈ ഒരു പർപ്പിൾ തീമിനോട് മാച്ചിങ് ആയിട്ടുള്ള നമ്മുടെ ഒരു ബൈൻഡർ ജേണലാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ ഒരു ബൈൻഡർ ജേണൽ ഞാൻ നമ്മുടെ ഗിവ് അവേയിൽ കൊടുത്തിട്ടുണ്ട്, ഒരാൾക്ക് അത് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ ഒരു പർപ്പിൾ കളറിലുള്ള ബൈൻഡർ ജേണൽ നമ്മുടെ അൺബോക്സ് ചെയ്യാണ്. ഇപ്പോൾ ഈ ഒരു ബൈൻഡർ ജേണൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ 3 കളറിലുണ്ട്. അതായത് പിങ്ക്, സ്കൈ ബ്ലൂ, പർപ്പിൾ, അങ്ങനെ 3 കളറിലുണ്ട് കേട്ടോ. നല്ല അടിപൊളി ജേണലാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ മാജിക് ട്രങ്കിലാണ് കേട്ടോ. 299 ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബൈൻഡർ ജേണലൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാജിക് ട്രങ്കിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടും. പിന്നെ അവരുടെ അടുത്ത് നിന്ന് പെട്ടെന്ന് സാധനം സ്റ്റോക്കായി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളി ജേണലാണ്. ആൻഡ് ഇതിലൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഫൺ പാർട്ട്.
ഇനി വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൽ ചെയ്യണം എന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങളത് പറയുക. ജേർണലിംഗ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് സജസ്റ്റ് ചെയ്യുക കേട്ടോ കമൻറ്റ് സെക്ഷനിൽ. ഓക്കെ, നമുക്കതിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ പർപ്പിൾ തീമിലേക്ക് നമ്മളൊരു ഐറ്റം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി നിങ്ങളെ കാണുന്ന സൈഡിൽ കാണുന്ന ഒരു പർപ്പിൾ ട്രോളി ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ മിനിസോളിനാണ് വാങ്ങിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു മിനിസോ ഹോൾ വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക, നമ്മുടെ ചാനലിലുണ്ട്. ആ ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആ കാണുന്ന കുഞ്ഞി ക്രേറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഡെസ്കിൻ്റെ മുകളിലായിട്ടുള്ളത്, അത് 199 റുപ്പീസിന് ഞാൻ ക്രേസിലി കവായിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. യെസ്, അപ്പോൾ ഇതാണ് എൻ്റെ ബ്ലൂ കളറിലുള്ള ഡയറി. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു പിങ്കും കൂടെ ഉണ്ട്. ഇങ്ങനെ 3 കളറിലുള്ള 6 റിംഗ് ബൈൻഡർ ജേർണൽ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഓക്കെ, എനിക്കെന്തോ ഒരു ഇഷ്ടമാണ് ഇങ്ങനത്തെ ഡയറീസ് ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കാൻ. അതിലൊന്നും എഴുതിയിട്ടില്ലെങ്കിലും ചുമ്മാ അതിങ്ങനെ വാങ്ങിച്ചിട്ട് കാണാൻ വെക്കാൻ എനിക്കൊരു ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് അതൊക്കെ വാങ്ങിക്കുന്നത്. ഒക്കെ അതിൻ്റെ പ്രൈസ് 299 തന്നെയാണ്. ആൻഡ് ഡൈ കട്ട് സ്മാർട്ട് എന്നിട്ടുള്ള ആ ഒരു സൈറ്റിലും ഈ ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഈ ഒരു ഹോൾ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുള്ളത്, കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സ്റ്റേഷനറീസൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് എന്തിനാണെന്ന് അറിയണ്ടേ, നമ്മുടെ ചാനൽ വരുന്ന അടുത്ത ഡെസ്ക് മേക്കോറിന് വേണ്ടിയിട്ടാണ്. അതായത് ഒരു കുറുമി തീംഡ് ആയിട്ടുള്ള ഡെസ്ക് മേക്കോർ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലും കൂടുതൽ ഐറ്റംസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ ഞാൻ ആ ഡെസ്ക് മേക്കോറിൽ കാണിക്കാനായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.